പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസികളായ നാമും ഒരു ഓട്ടക്കളത്തിലാണ്. ഈ ഓട്ടക്കളത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്തെന്ന് എബ്രായ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്തുകൊണ്ടാണ് നാം കർത്താവിനെ മാത്രം നോക്കി ഓടണമെന്ന് പറഞ്ഞിരിക്കുന്നത്? യേശു തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ ഈ നായകന് മാത്രമേ കഴിയുകയുള്ളൂ. വിശ്വാസികളുടെ ഈ ഓട്ടം ഒരു സ്റ്റേഡിയത്തോട് ഉപമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേഡിയത്തിൽ പഴയ നിയമഭക്തന്മാർ, അതായത് സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. കാരണം ഈ ഓട്ടത്തിൻ്റെ കാഠിന്യം അവർ നന്നായി അറിയാവുന്നവരാണ്. പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ്, കല്ലേറ്, ഈർച്ചവാളാൽ അറക്കപ്പെട്ടവർ, പരീക്ഷിക്കപ്പെട്ടവർ, വാളാൽ കൊല്ലപ്പെട്ടവർ, തോൽ ധരിച്ചവർ, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചവർ, കാടുകളിലേക്കും ഗുഹകളിലേക്കും ഭൂമിയുടെ പിളർപ്പുകളിലേക്കും ഉഴന്ന് വലഞ്ഞവർ, എത്രയോ ഭയങ്കരം എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന് 38-ാം വാക്യത്തിൽ ഒറ്റ വാക്കിൽ അതിനെക്കുറിച്ച് പറയുവാൻ കഴിയുന്നത് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്നാണ്. ശ്രേഷ്ഠന്മാരായ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഈ ലോകം യോഗ്യമായിരുന്നില്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ നമ്മോട് ഈ ലോകം നീതി പുലർത്തുമെന്ന് കരുതുവാനാകുമോ? അനീതിയുടെ അകത്തളങ്ങളിൽ അകപ്പെട്ടു പോയ ദൈവമക്കൾ ക്ഷീണിച്ചു പോകുവാനും മടുത്തു പോകുവാനും സാധ്യതകൾ ഏറെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ധ്യാനിച്ചു കൊള്ളണം എന്ന് മാത്രമല്ല, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. മുറുകെ പറ്റുന്ന പാപത്തെ ആരാണ് അന്വേഷിച്ച് സ്വയപരിശോധന ചെയ്ത് അതിൽ നിന്ന് വിമുക്തരാകുന്നത്? അപ്പോൾ വിജയകരമായ ഓട്ടം ഓടുവാൻ ദൈവം നമുക്ക് കൃപ നൽകുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുറുകെ പറ്റുന്ന പാപവും ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടുവാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. പൗലോസ് തൻ്റെ ജീവിത ഈ അന്ത്യത്തിൽ തീമോഥെയോസിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, കർത്താവിനെ സ്നേഹിച്ച് ഓട്ടക്കളത്തിൽ വിശ്വസ്തയോടുകൂടെ ഓടിയ എല്ലാവർക്കും ലഭിക്കും. ഈ ലോകത്തിൽ ലഭിക്കുന്ന കിരീടം വാടിപ്പോകുന്നതാണെങ്കിൽ കർത്താവ് തരുന്ന കിരീടം വാടാത്ത കിരീടമാണ്. ആ പ്രതിഫലം പ്രാപിപ്പാൻ വേണ്ടി നമുക്കിടയാകുമോ? ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രഭാതത്തിലും കർത്താവിനോട് ചേർന്നിരിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.